ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ നടക്കൽ എന്ന സ്ഥലത്താണ്. ഇവിടെ ശിവപ്രസാദ് എന്ന ഒരു മനുഷ്യനെ ഇദ്ദേഹത്തെ കാണാതായിട്ട് 4 വർഷങ്ങൾ പിന്നിടുന്നു. എനിക്ക് അവരെ വീട്ടുകാരെയാണ് ഡൗട്ട്. അതെ, അവന്റെ വൈഫിന്റെ വീട്ടുകാരെ. കാരണം അവരെല്ലാം ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ അവരുടെ അനിയനെ അവർക്ക് കണ്ടു കിട്ടണം. ഇവിടെ ഉമ്മർ എന്ന മനുഷ്യനെ കണ്ടുപിടിക്കണം. അതിനാണ് ഞങ്ങളും പ്രസക്തി നൽകുന്നത്. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ നടക്കൽ പരിഞ്ഞുമാറിനാണല്ലേ? പരിഞ്ഞുമാറിനാണ്. ഞങ്ങൾ ഇവിടെ എത്തിയത് ശിവപ്രസാദ് എന്ന പേരിലുള്ള, ഇവിടെയൊക്കെ ഉമ്മർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ്. സ്വന്തം ഭർത്താവിനെ കാണാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ ഒരു ശ്രമവും നടത്താതെ വിദേശത്തേക്ക് കടന്ന ഭാര്യയുടെ നടപടി. ശിവപ്രസാദിന്റെ തിരോധാനത്തിൽ കടുത്ത ദുരൂഹത ഉയർത്തുകയാണ്. ഒരു പങ്കാളി എന്ന നിലയിൽ കാണിക്കേണ്ട യാതൊരുവിധ ഉത്തരവാദിത്വവും കാണിക്കാതെ ഭർത്താവ് ജീവനോടെയുണ്ടോ എന്നുപോലും അന്വേഷിക്കാൻ താല്പര്യം കാണിക്കാത്ത ഭാര്യയുടെയും വീട്ടുകാരുടെയും ഈ നിസ്സംഗതയാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. എന്റെ പേര് പ്രമീള, ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. തങ്കമണി എന്ന് പറയുന്ന അമ്മയുടെ മോൻ ഉമ്മർ എന്ന് വിളിക്കുന്ന ശിവപ്രസാദിന് 2022 കോവിഡ് സമയം മുതലാണ് കാണാനില്ലെന്നും പറഞ്ഞ് അമ്മ എന്നെ സമീപിക്കുകയും അതേ തുടർന്ന് പാരിപ്പള്ളി സ്റ്റേഷനിലും ചാത്തന്നി ESCPക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് മിസ്സിംഗ് കേസായിട്ട് കേസ് എടുത്തിരുന്നു. പക്ഷേ നാളെ ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അമ്മ പറയുന്നത് മരുമകളുടെ വീട്ടിൽ പോയതിനു ശേഷമാണ് കാണാനില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കിടപ്പ് രോഗിയാണ്. ഇപ്പൊ എന്ന് വന്നാലും ഈ ഇളയ മോന്റെ ആവശ്യമാണ് ഈ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ മൂത്ത മകന്റെ സംരക്ഷണയിലാണ് ഇവര് താമസിക്കുന്നത്. ഇവരുടെ ഫുൾ കാര്യങ്ങൾ നോക്കുന്ന മധു എന്ന് പറയുന്ന മൂത്ത മകനാണ്. ഇപ്പൊ ഓട്ടോ ഓടിച്ച് ജീവനക്കാരനാണ് ഇളയ മകനാണ് പകല് നോക്കുന്നതും. പിന്നെ സഹോദരിയുടെ മോളും സഹോദരിയൊക്കെയാണ് ഇപ്പൊ നിന്ന് നോക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഇപ്പൊ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പം അമ്മ ഇത് വിൽക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും പറയുന്നത് വേണ്ട, എന്റെ മോൻ വന്നിട്ടേ ഞാനത് ചെയ്യത്തോളൂ എന്നാണ് ഈ അമ്മ പറയുന്നത്. കാരണം ഇളയ മകനാണ് ഈ വീടും തറയും. കാരണം അവരെല്ലാം ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ അവരുടെ അനിയനെ അവർക്ക് കണ്ടു കിട്ടണം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ ഭാര്യ. കൊല്ലം കല്ലുവാതുക്കൽ നടക്കൽ സ്വദേശിയായ ശിവപ്രസാദിനെ 2022 മുതലാണ് കാണാതാകുന്നത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശിവപ്രസാദ് കോഴി ഫാം നടത്തിവരികയായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഫാം പൂട്ടി ഭാര്യയുടെ സ്വന്തം നാടായ കൊല്ലം കരീപ്രയിലേക്ക് പോയതിനു ശേഷമാണ് ശിവപ്രസാദിനെ കാണാതാകുന്നത്. കാണാതെ പോയ എന്റെ മൂന്നാമത്തെ അനിയൻ ശിവപ്രസാദ് ഉമ്മറിനാണ് വിളിക്കുന്നത് അല്ലേ? ഉമ്മർന്ന അറിയപ്പെടുന്നത്. നിങ്ങൾ എത്ര പേരാണ് സഹോദരങ്ങൾ? 3 പേര്. ആരൊക്കെയാണ്? മധുസൂദനൻ, ശിവപ്രസാദ്, സുരേഷ് അണ്ണൻ. ഏറ്റവും മൂത്ത ഞാനാ. എനിക്ക് അവരെ വീട്ടുകാരെയാണ് ഡൗട്ട്. ആരുടെയാണ്? അവന്റെ വൈഫിന്റെ വീട്ടുകാരെ, ഭാര്യ വീട്ടുകാരെ. അല്ലാതെ ഞാനോ എന്റെ അനിയനോ ഇത് മുതലിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവനും ആക്രാന്തമില്ല, അനിയനും. ഇത് ആ കൊച്ചുങ്ങൾക്കുള്ളത് തന്നെയാണ്. അവൻ തിരിച്ചു വരാൻ വേണം. പക്ഷെ ഇത് കറക്റ്റ് അന്വേഷണവും വരണം. 1.5 വർഷമായി ഈ ശിവപ്രസാദിന്റെ അമ്മ വീണിട്ട്. ഈ 1.5 വർഷം കൊണ്ട് ഇനി കൊണ്ടുപോകാനുള്ള ഹോസ്പിറ്റലുകളൊന്നും ഇല്ല. തളർന്ന് കിടക്കുവാണ്. കിടന്നു ഒരു മെഡിസിറ്റി കിടന്ന് 5 ദിവസം കിടക്കാമോ സാറിന് അറിയാം, ഒരു പ്രൈവറ്റ് വേദ. അതുപോലെ പല ആശുപത്രിയിലും കിടന്നു. അതുപോലെ ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ കൊണ്ടുപോയി. അവർ എവിടെയെല്ലാം കൊണ്ടുപോയെന്നല്ല, ഓപ്പറേഷൻ ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം ആ പോലെ അവസ്ഥയായി പോയി. കിടപ്പാണ്. ഇപ്പൊ കിടന്നടുത്ത് തന്നെ ഒരു ചേച്ചി വന്ന് ആഹാരങ്ങളെല്ലാം കൊടുത്തത് ആ കിടക്കുന്നിടത്ത് തന്നെ എല്ലാം സാധിച്ചിരുന്നു. ഇന്ന് വരെ അവരൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ 1.5 വർഷം കൊണ്ട് ഈ ചെലവ് ഒന്ന് എനിക്കറിയാൻ കണക്കാണ്. ഞങ്ങളാണ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നത്. എത്ര അതുകൊണ്ടായി ഏകദേശം ഒരു 5 ലക്ഷം 6 ലക്ഷത്തിനകത്തായി കാണും. കാര്യം 3 മക്കൾക്കും ഇവിടെ ഈ അമ്മയെ നോക്കാനുള്ള അവകാശമുണ്ട്. അമ്മക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ വസ്തു വിറ്റോണ്ടുമല്ല, ഇവരെ മോനെ കണ്ടുപിടിക്കണം എന്നുള്ള ഇതേ ഉള്ളൂ. മോൻ വരുമ്പോ മോന്റെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അവർക്ക് സ്വത്ത് മതി, ഇവരെ വേണ്ട. സാധാരണഗതിയിൽ പോലീസിൽ പരാതി നൽകാനും അന്വേഷിക്കാനും മുന്നിൽ നിൽക്കേണ്ടത് ഭാര്യയാണ്. എന്നാൽ ഇവിടെ ഭർത്താവിനെ കാണാതായി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭാര്യ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. ഭർത്താവ് എവിടെയെന്നോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നോ അറിയാൻ ഇവർ ഒരു രീതിയിലും ശ്രമിച്ചില്ല. ഒരു കുടുംബം എന്ന നിലയിൽ കാണിക്കേണ്ട പശ്ചാത്താപം പോലും കാണിക്കാതെ ഭർത്താവിന്റെ തിരോധാനത്തെ പൂർണ്ണമായി അവഗണിച്ച ഭാര്യയുടെ ഈ പെരുമാറ്റത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ഈ മധുവണ്ണന്റെ അമ്മ വീണതിന് ശേഷമാണ് ഞാൻ ഇവരെ നോക്കാനായിട്ട് വരുന്നത്. അല്ലാതെ വഴിയൊക്കെ പോകുമ്പോൾ മിണ്ടുകയും ചിരിക്കുകയും ചെയ്യും. വീണതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നോക്കാനായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ശമ്പളം വല്ലതും തരൂ? ശമ്പളം തരും. എങ്ങനെയാണ് ശമ്പളം തരുന്നത്? മാസം 15,000, ഡെയിലി 500 വെച്ച്. എങ്ങനെയാണ് പൈസയൊക്കെ തരുന്നത്? ക്യാഷ് ആയിട്ടാണോ അക്കൗണ്ടിലാണോ? കൈ തരും. അവരെ ഭാര്യയാണ് തരുന്നത്. ഭാര്യയുടെ അക്കൗണ്ടിൽ അയക്കുമ്പോ കറക്റ്റ് 30-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി. ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ നടക്കൽ എന്ന സ്ഥലത്താണ്. ഇവിടെ ശിവപ്രസാദ് എന്ന
ഒരു മനുഷ്യനെ, അദ്ദേഹത്തിന് ഉമ്മർ എന്നാണ് വിളിക്കുന്നത്, ഉമ്മർ. ഇദ്ദേഹത്തെ കാണാതായിട്ട് 4 വർഷങ്ങൾ പിന്നിടുന്നു. ഇവിടെ ഉമ്മർ എന്ന മനുഷ്യനെ കണ്ടുപിടിക്കണം, അതിനാണ് ഞങ്ങളും പ്രസക്തി നൽകുന്നത്. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയാനോസ്.